പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വി ഡി സതീശനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വി ഡി സതീശൻ CPM-ൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ്. CPM-ആണ് കേരളം ഭരിക്കുന്നത്. CPM-ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ പ്രതിപക്ഷ നേതാവിനെയും CPM തന്നെയാണ് തീരുമാനിച്ചത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിൻ്റെ കാരണം എന്താ? കോൺഗ്രസ് അതിനിർണായകമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴും തൻ്റെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അയാളെ നടത്തുന്ന പരാമർശങ്ങൾ CPM-ന് വലിയ ഗുണമായി മാറുകയാണ് എന്ന് നമ്മൾ കാണണം സുഹൃത്തുക്കളെ. രാഹുൽ മങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. ആ വിഷയം ഉയർന്നു വന്നത് തന്നെ ഇയാളുടെ വലിയ സ്ത്രീപീഡനത്തിനെതിരായിട്ടുള്ള നിലപാട് കൊണ്ടൊന്നുമല്ല. അയാൾക്ക് രാഹുൽ മങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് അയാൾ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നതെന്നുള്ളത് നമുക്കറിയാം. ഏതോ ഒരു വനിതാ സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് അയാളാണ് അവരെ പുറത്തുകൊണ്ടു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അയാൾ വലിയ നിലപാടുകളുടെ രാജകുമാരനാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു നിലപാടുകളുടെ രാജകുമാരനുമല്ല, രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾ എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ഉയർന്നു വന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്ന് ഇപ്പോൾ വന്നത് തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള CPM-ൻ്റെ തറവേലയാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് സതീശൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം ഉയർന്നു വന്നിരിക്കുന്നു. CPM തുണി പറഞ്ഞ് നിൽക്കുന്നു. CPM-ന് അവരുടെ വീടുകളിലെ സ്ത്രീകൾ പോലും CPM-നെതിരായിരിക്കുന്നു. ഹിന്ദു മതവിശ്വാസികൾ അതിഭീകരമായി CPM-നെതിരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ CPM-ന് കിട്ടിയ ഒരു പിടിവള്ളിയാണെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടം. അതങ്ങനെ അല്ലെങ്കിൽ പോലും അവർക്ക് അതും ഒരു അടിയാകാനാണ് പോകുന്നതെങ്കിൽ പോലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ശക്തമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ ഈ വി ഡി സതീശൻ വന്നിട്ട് ഏതോ ഒരു വേദിയിൽ കയറിയിരുന്നുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യം എൻ്റെ പ്രേക്ഷകർ ഇനിയൊന്ന് കേൾക്കണം. ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകളെടുക്കണം. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ ഇരമ്പി വന്നാലും, ഞാൻ പറഞ്ഞത് അറബിക്കടൽ പോലെ ഇരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. അത് കുറേ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരും. നിലപാടിൽ മാറ്റം വരാൻ പാടില്ല. നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് നമുക്ക് ഏത് സമയത്ത് ബോധ്യം വരുന്നത് അപ്പോൾ കറക്റ്റ് ചെയ്യണം, പറഞ്ഞേക്കണം. തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലും ഇമോഷണൽ റിസ്ക് ഒക്കെ എടുത്താൽ പാലിപ്പോവും. ആവശ്യമില്ലാത്ത തീരുമാനം അതല്ല. ബോധ്യം കേട്ടല്ലോ. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തത്. ആ ബോധ്യം ആൾക്കൂട്ടത്തിന് മനസ്സിലാകണമെന്നില്ല. ആൾക്കൂട്ടത്തിന് മനസ്സിലാകണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ബോധ്യം മാറ്റില്ല. കടൽ ഇരമ്പി വന്നാലും ഞാൻ മാറ്റില്ല. അവസാനം ജനക്കൂട്ടത്തിന് അത് ബോധ്യമായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കാലും കയറ്റി വെച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ്, ഈ CPM-ൻ്റെ പ്രതിപക്ഷ നേതാവ് ഇരുന്ന് പറയുക. ഞാനതിൻ്റെ വിശദാംശങ്ങൾ അയാൾ പറയുന്നൊന്ന് വിശകലനം ചെയ്യാം. അയാളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം തീരുമാനിക്കുന്നത്? ബോധ്യം എന്ന് പറയാം കൺവിക്ഷൻ എന്ന് അയാൾ പറയുന്നത്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോധ്യമാണ്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്? ആ തെളിവുകൾ എന്തെങ്കിലും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? നാളെ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഇതുവരെ തെളിവുകൾ വല്ലതും പുറത്തു വന്നിട്ടുണ്ടോ? അപ്പോൾ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമല്ലേ? അയാളിപ്പോൾ അവിടെ നിന്ന് പറയേണ്ടത് എന്താ? കോൺഗ്രസ് തീരുമാനിച്ചാണ്, അത് സംബന്ധിച്ച് എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പം ഇത് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇലക്ഷൻ കേന്ദ്രീകരിച്ചാണ് എന്ന് പറയുകയല്ലേ അയാൾ വേണ്ടത്. അതിന് പകരം അയാൾ CPM-ന് വീണ്ടും ഈ പറഞ്ഞ പോലെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സ്വന്തമായിട്ട് മേനി നടിക്കുകയാണ് അയാൾ. അപ്പോൾ ഇലക്ഷൻ ഇനി ഒരാഴ്ച ഉള്ളപ്പോൾ പോലും അയാൾക്ക് വലുത് അയാളും അയാളുടെ പ്രതിച്ഛായയുമാണ്. അയാൾക്ക് വലുത് അയാളാണ്. പക്ഷെ അയാളാക്കിയത് ഈ പാർട്ടിയാണ് സുഹൃത്തുക്കളെ. നമ്മളത് മനസ്സിലാക്കണ്ടേ?
അയാൾ ഈ കാലുമേ കാലും കയറ്റി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള കാരണം അയാളുടെ പാർട്ടിയല്ലേ. അയാളുടെ പാർട്ടിയല്ലേ 5 തവണ അയാൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. അയാളുടെ പാർട്ടിയല്ലേ 20 പേരിൽ 17 പേരും പിന്തുണച്ച ഒരാളെ എടുത്ത് എറിഞ്ഞിട്ട് അയാളെ പ്രതിപക്ഷ നേതാവാക്കിയത് അയാളുടെ പാർട്ടിയല്ലേ. ആ പാർട്ടിയാണോ വലുത്, അയാളാണോ വലുത്? ഒരു തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് അയാളെയാണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അയാളുടെ പ്രതിച്ഛായാണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അതോ അയാളുടെ പാർട്ടിയുടെ നിലപാടിനെയാണോ? അയാൾക്ക് പാർട്ടിയല്ല പ്രധാനം, അയാളാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് പോലും CPM-ന് ഉപയോഗിക്കാൻ കഴിയുന്നൊരു വടി അയാൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളെ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഫലത്തിൽ അയാളെ തീരുമാനിച്ചത് CPM ആണ് എന്ന് ഞാൻ പറയാൻ കാരണം CPM-ന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അയാളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും. അല്ലെങ്കിൽ തലയ്ക്ക് വെളിയുള്ളവരാരെങ്കിലും, തലയ്ക്കകത്ത് സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും ഇപ്പം ഇങ്ങനൊരു വാക്ക് പറയുമോ? അതെൻ്റെ ബോധ്യമാണ്, അത് തിരമാല ഇരമ്പി വന്നാൽ ഇയാൾ ആരുമോ? ഇയാൾ എന്താണെന്ന് ഇയാൾ വിചാരിക്കുന്നത്? ഇയാൾ കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവാണെന്നാണ് എന്താണ് ഇയാളുടെ തലയ്ക്കകത്ത് എന്താണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കൂട്ടത്തിന് അത് മനസ്സിലാവില്ല, പിന്നീട് ആൾക്കൂട്ടത്തിന് മനസ്സിലായിക്കോളൂ ഇയാൾ ആരാ, ഇത് ഇയാൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താവോ? ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. അയാളുടെ ബോധ്യമാണെന്ന് പറഞ്ഞത്, ബോധ്യമാണോ യാഥാർത്ഥ്യം? ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ശരിയാണോ? ഞാൻ തുറന്ന് ചോദിക്കുക. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഒരാളെ പുറത്താക്കേണ്ട? അങ്ങനെയാണെങ്കിൽ CPM ഇപ്പം ഇയാളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ. മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചില്ലേ? മുകേഷിനെതിരെ എന്താ ഒന്നും മിണ്ടാത്തത് CPM-കാർ? PK ശശിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു. ആരോപണത്തിൻ്റെ അതിൻ്റെ ഗ്രേഡ് അതിൻ്റെ ഇത് കൂടുതലോ കുറവോ എന്ന് പരിശോധിച്ചവരല്ലേ CPM-കാർ അല്ലേ? ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ലോകൈക സ്ത്രീ പീഡകൻ LDF-ലില്ലേ? ഒരു ലോകൈക സ്ത്രീ പീഡകൻ LDF-ലില്ലേ? P ശശി എന്ന് പറഞ്ഞ് പാർട്ടി സ്ത്രീ പീഡിപ്പിച്ചിട്ട് പുറത്താക്കിയവനല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി? അവർക്കൊക്കെ എതിരെ എന്താണ് ഒന്നുമില്ലാത്തത്? ഇനി അല്ലെങ്കിൽ പറയേണ്ടത് എന്താണ്? ഞങ്ങളൊരു ആരോപണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തു കളഞ്ഞു എന്ന് പറയുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് പോലും CPM-ന് ആയുധം കൊടുക്കുന്നവനാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് കോൺഗ്രസ് അല്ല CPM ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹമാക്കിയ പാർട്ടിയോട് തരിമ്പും ഒരു ആത്മാർത്ഥതയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ നേതാവിന് തന്നോട് മാത്രമാണ് താല്പര്യം, തൻ്റെ പ്രതിച്ഛായയോട് മാത്രമാണ് താല്പര്യം എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് CPM-ന്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് VD സതീശൻ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പോലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അയാൾ വന്നിട്ട് ഇതുപോലുള്ള പൊട്ടത്തരം, ഇതുപോലുള്ള അസംബന്ധം തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്.